വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ശബ്ദമൊക്കെ ആകെ പോയിരിക്കുന്നു. This is the thing I need to say, but it was so fun. I swear, it is so fun, and my cousins were there, so it's so fun to play with them. Like, so fun. You don't understand. Like, ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതേ കുട്ടികളെയും മക്കളിലൊക്കെ പെറുക്കി കൂട്ടിയിട്ട് ഞങ്ങൾ മല്ലൻകുഴി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ മല്ലൻകുഴി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പെങ്ങളുടെ, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെങ്ങളുടെ വീട് പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഈ കൂറ്റനാട് പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവരുടെ വീട് ആക്ച്വലി പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ അവിടെ നിന്ന് അധിക ദൂരം ഇല്ല, കുറച്ചൊരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ഇവർക്ക് ഈ ഒരു മല്ലൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഒരു സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പെങ്ങളുടെ വീട് പാലക്കാട് ജില്ലയിലേക്ക് എത്തി. അവിടെ നിന്ന് ഈ മല്ലൻകുഴി, അതായത് തൃശ്ശൂർ ജില്ലയിലുള്ള മല്ലൻകുഴി, അങ്ങനെ 3 ഡിസ്ട്രിക്റ്റിലൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സഞ്ചാരം ഉണ്ടായിരുന്നത് ഇന്ന്. അപ്പോൾ ആ സ്ഥലത്തെ കുറിച്ചിട്ട് എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ പൂട്ടിയ സമയത്തൊക്കെയാണല്ലോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ വരിക. പക്ഷെ ഇത് മഴക്കാലത്താണ് ഈ സ്ഥലത്തിൻ്റെ ഈ ഭംഗി നമ്മൾ ആസ്വദിക്കാൻ പറ്റും, മഴക്കാലത്താണ്. അപ്പോൾ ഇപ്പോൾ മഴ കുറച്ച് കുറവുള്ളത് കൊണ്ട് വെള്ളം കുറവാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതിലും നല്ല വെള്ളച്ചാട്ടമാണെന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. പക്ഷെ എന്തായാലും അടിപൊളി സ്ഥലം. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ലച്ചുവിന് നല്ല സന്തോഷം, പ്രത്യേകിച്ച് അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ചിട്ട് എന്താണ് അവൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ അവളുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് കേൾക്കാം കേട്ടോ. കാരണം ഈ വെള്ളത്തിലൊക്കെ ചാടി മറിഞ്ഞ് കുളിച്ച് അവളുടെ ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. കാരണം ജലദോഷം, തൊണ്ടവേദനയും ഒക്കെ വന്നിട്ടുണ്ട്, ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എപ്പോഴും ഉള്ള കാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ പനി വരും, ജലദോഷം വരും എന്ന് വിചാരിച്ചിട്ട് ആഘോഷിക്കേണ്ടത് ആഘോഷിക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ എന്തായാലും ലച്ചുവിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ എനിക്ക് ഈ സ്ഥലമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ശബ്ദമൊക്കെ ആകെ പോയിരിക്കുന്നു. ജലദോഷവും ചുമയും ഒക്കെ പിടിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷേ ഈ സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എങ്ങനെയും ദൂരേക്ക് പോവുകയാണെങ്കിൽ വല്ല പനിയോ ചുമയോ എന്തെങ്കിലും പിടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അത് എപ്പോഴും അങ്ങനെയോ. സോ ദിസ് ഈസ് ദ തിങ് ഐ നീഡ് ടു സേ, ബട്ട് it was so fun. I swear, it is so fun, and my cousins were there, so it's so fun to play with them. Like, so fun. You don't understand. Like, if you go somewhere like this, you will realize how fun it is. Like, it's kind of fun though. ഞങ്ങളിവിടെ വന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ലിച്ചുവിന് ജലദോഷം, തൊണ്ടവേദന ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, അപ്പോൾ അന്ന് കളിച്ചിരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും, അവർക്കും ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടാവോ? വരാതിരിക്കട്ടെ. പക്ഷെ കാരണം ഈ കുട്ടികൾക്ക് പെട്ടെന്ന് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് മറ്റുള്ള കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് അറിയൂല്ല. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മഴ നല്ലോണം പെയ്യുന്ന സമയത്ത് നല്ല ഉയരത്തിലായിരിക്കും ഇത്ര വെള്ളം ഇങ്ങനെ ഇതുപോലെ ചാടുന്നുണ്ടായിരിക്കും. ഈ പാറകളൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ കുറച്ച് കുറവാണല്ലോ, 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയൊരു ചെറിയൊരു നീരൊഴുക്കേ ഉള്ളൂ എന്ന് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര വലിയ വെള്ളച്ചാട്ടമായിട്ടാണ് തോന്നുന്നത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത് ഇപ്പം അധികം ഇതിലില്ല, ശക്തിയായിട്ടല്ല, ഇപ്പം വെള്ളം കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇതിന് മല്ലൻകുഴി, ഇവിടെ ഒരു മല്ലൻ്റെ ഒരു അമ്പലം കൂടെ ഉണ്ട്. മല്ലൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ പെങ്ങളുടെ ഹസ്ബൻഡ് സുരേട്ടൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ആടുകൾ, പശുക്കൾ അതിനൊക്കെ ഇങ്ങനെ മേയാൻ വേണ്ടിയിട്ട് വിടും. ഇവിടെ കാടാണല്ലോ. ഈ കാടിനുള്ളിലേക്ക് മേയാൻ വേണ്ടി വരുമ്പോൾ ചില ആടും പശുവൊക്കെ മിസ്സാവും. ആ മിസ്സാവുന്ന സമയത്ത് ഈ അമ്പലത്തിൽ വന്നിട്ട് അവർ വഴിപാട് ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു വഴിപാട് അവിടെ ചെയ്യുക, പ്രത്യേക പായസം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ വഴിപാടുകൾ ചെയ്തിരുന്നു എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അത് നല്ലൊരു അത്ഭുതമായിരുന്നു. കാരണം നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. അറിയാം, ചുറ്റും കാടാണ്, ആ കാടിന് നടുവിലാണ് ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ ഈ ആളുകളൊക്കെ ഇങ്ങനെ പശുക്കളിലൊക്കെ ഇങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മിസ്സാവുമ്പോൾ ഇവിടെ വന്ന് വഴിപാട് ചെയ്യുമ്പോൾ
ആ പശുക്കളായെങ്കിലും ആടുകളായെങ്കിലും ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടും. അങ്ങനെ ഒരു വിശ്വാസമാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ. വലിയൊരു വികസനമുള്ളൊരു അമ്പലമല്ല. എന്നാലും ശരി, ഇനി അത് വികസനം ആയിക്കോളും. കാരണം ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഈ സ്ഥലങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി വന്നിട്ടൊക്കെ. എന്തായാലും വർഷക്കാലത്താണ്, മഴക്കാലത്താണ് ഇവിടുത്തെ ഒരു ഭംഗിയുള്ളത്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അധികം വെള്ളം, ചെറിയ രീതിയിലുള്ള ഒരു നീരുറവുണ്ടാവും. പക്ഷേ അങ്ങനെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത് കർക്കിടക മാസം. കർക്കിടകത്തിലുള്ള വാവ് ഇവിടെ ബലി വന്ന് ഇടാറുണ്ട്. ബലിതർപ്പണം നടത്താറുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും, നല്ല മഴയായിരിക്കുമല്ലോ കർക്കിടകമൊക്കെ വരുമ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് ഓരോരോ സെക്ഷനായിട്ടാട്ടോ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴയാകുമ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. മഴയും ഇങ്ങനെ ഒരു വെള്ളത്തിലൊക്കെ കളിക്കും, മഴയത്ത് കളിക്കുക, വെള്ളത്തിലും. അപ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ. അപ്പോൾ ഈ ഒരു കുട്ടികളൊക്കെ കയറി പോകുന്നത് കണ്ടില്ല. ഇവിടെ അത്യാവശ്യം ചെറിയൊരു വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നിരങ്ങി വരില്ലേ, അത് നല്ലൊരു ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് മിത്രയും മോളും എല്ലാവരും അതങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നിരങ്ങി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷനാണ്. തൃശ്ശൂർ ജില്ലയിലാണെന്ന് വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയാറുണ്ടെന്ന് വെച്ചെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെക്കേഷന് പ്രത്യേകിച്ച് എവിടേക്കും പോവുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.